NB ചേക്കുട്ടി കൂടെ ചേരുന്നുണ്ട്. ശ്രീ NB ചേക്കുട്ടി, PK ശ്രീമതിക്ക് പാർട്ടി സംസ്ഥാന നേതൃയോഗങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു അസാധാരണ വിലക്ക് ഏർപ്പെടുത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇത് നിഷേധിച്ച് PK ശ്രീമതി രംഗത്ത് എത്തുന്നുണ്ടെങ്കിലും ഈ പിണറായി വിജയൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ ഇങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഈ വാർത്തയുടെ സത്യസന്ധതയെക്കുറിച്ച് എനിക്ക് ഒരു ഉറപ്പില്ല. കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആര് പങ്കെടുക്കണം, ആര് പങ്കെടുക്കേണ്ട തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് തീരുമാനിക്കേണ്ടത് ഭരണാധികാരികളല്ല. അതൊരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് വ്യവസ്ഥാപിതമായിട്ടൊരു സംവിധാനമുണ്ട്. സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ട്. അപ്പൊ അവരൊക്കെ ആണ് ആ കാര്യങ്ങളിൽ തീരുമാനിക്കേണ്ടത്. ആ കമ്മിറ്റികളിൽ ആരാണ് വരേണ്ടത്, ആരാണ് ഇരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് സെക്രട്ടേറിയറ്റ് എന്നുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ മുഖ്യമന്ത്രിയോ അല്ല. മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട ആളൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വന്നിരിക്കുന്ന വാർത്തയുടെ സത്യസന്ധതയെ കുറിച്ച് എനിക്ക് വളരെയേറെ സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായ PK ശ്രീമതി അവർക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ വയസ്സിന്റെ അടിസ്ഥാനത്തിൽ ഇളവ് കൊടുത്തിരിക്കുന്നത് പാർട്ടി കോൺഗ്രസ് ആണ്. പാർട്ടി കോൺഗ്രസ് ഇളവ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കേന്ദ്ര കമ്മിറ്റി തുടങ്ങുന്നത്. അത് അതിന്റെ താഴെയുള്ള എല്ലാ ഘടകങ്ങൾക്കും ബാധകമാണ്. കേരളത്തിൽ അത് ബാധകമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമൊന്നുമല്ല. കേരളത്തിലുള്ള പാർട്ടി എന്ന് പറയുന്നത് അഖിലേന്ത്യാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള ഒരു ഘടകമാണ്. അപ്പൊ അതുകൊണ്ട് അഖിലേന്ത്യാ പാർട്ടി ഒരാൾക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് താഴെയുള്ള എല്ലാ കമ്മിറ്റികളിലും ഇരിക്കാനുള്ള അവകാശവും ഉണ്ട്, അവസരവും ഉണ്ടാവണം. ഇനി രണ്ടാമത്തെ കാര്യം, പിണറായി വിജയനാണ് അങ്ങനെയൊരു അവസ്ഥ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയെങ്കിൽ പിണറായി വിജയൻ ഇരിക്കുന്നത്, ആ കമ്മിറ്റിയിൽ ഇരിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതിയോട് കൂടിയാണ്. പിണറായി വിജയനും ഇതേ തരത്തിലുള്ള വയസ്സിന്റെ കാര്യത്തിലുള്ള നടപടികൾക്ക് വിധേയനാണ്. അദ്ദേഹം പുറത്തു പോകേണ്ടതില്ല, തൽക്കാലം തുടരട്ടെ എന്ന് തീരുമാനിച്ചത് പാർട്ടി കോൺഗ്രസാണ്. അപ്പൊ അങ്ങനെ ആ തരത്തിൽ ഇളവിലിരിക്കുന്ന ഒരാള് മറ്റൊരാൾക്ക് അവസരം നിഷേധിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്തുള്ള ജനാധിപത്യപരമായിട്ട് സംവിധാനത്തിന്റെ പൂർണ്ണമായിട്ട് ലംഘനമാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം CPM എന്ന പാർട്ടി യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ ഒരു പോക്കറ്റ് സംഘടനയായിട്ട് മാറി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഒരു വസ്തുതകൾ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ നിലപാടെടുക്കുന്നത്. ശരിയാണ്. ഒരു മുതിർന്ന ഒരു പാർട്ടി പ്രവർത്തകയാണ്, കൂടാതെ അവരൊരു സ്ത്രീയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ തന്നെ, ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ് ഇങ്ങനെയൊരു വാർത്തയുണ്ടോ, ഇതിലെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. അതെ, എനിക്ക് അറിയില്ല. കാരണം വെച്ചാൽ ആ വാർത്ത ഞാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ അത് വാർത്ത വായിച്ചു. സാധാരണ നിലയിൽ ആ വാർത്ത കൊടുക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട ആളുകളുടെ കൊട്ടേഷനോടുകൂടി അവരുടെ നിലപാടുകൾ കൂടി വെച്ച് കൊടുക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നും അതിനകത്ത് കാണുന്നില്ല. ഇദ്ദേഹം പാർട്ടി കമ്മിറ്റിയിൽ ഇവർക്ക് ഇനി സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് പറയുന്ന ആൾക്ക് അവിടെ സ്ഥലമില്ല. കാരണം ഇദ്ദേഹത്തെ പോലെ തന്നെ എക്സംഷനിൽ ഇരിക്കുന്ന ആളാണ് അദ്ദേഹവും. അപ്പൊ അതുകൊണ്ട് രണ്ടു കാലിലും മുടന്നുള്ള ഒരാൾ, ഒറ്റക്കാലിലും മുടന്നുള്ള ഒരാളോട് നിങ്ങൾക്ക് കമ്മിറ്റിയിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? അപ്പൊ അതുകൊണ്ട് അതിനകത്തുള്ള വസ്തുത എന്താന്നുള്ളത് പാർട്ടി തന്നെ വെളിപ്പെടുത്തട്ടെ. എനിക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സാധാരണ ജനാധിപത്യ ബോധമുള്ള ഒരു പാർട്ടിയിലും നടക്കാത്തൊരു കാര്യമാണ് അങ്ങനെ ഈ പറഞ്ഞ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.